ഗുഡ് ഈവനിങ്. സിനിമകൾ നമ്മുടെ യൂത്തിനെ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ന് ആധുനിക കാലത്ത് സൊസൈറ്റിയിലെ ഏറ്റവും വലിയ വിപത്താണല്ലോ കഞ്ചാവ് വലിക്കുക, MDMA, സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഇതിൽ ഒരുപോലെ മത്സരമാണെന്ന് തോന്നുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു സിഗരറ്റ് വലിക്കുക, ലിക്കർ കഴിക്കുക എന്നതൊക്കെ വലിയൊരു ക്രൈമായിട്ടാണ് സൊസൈറ്റി കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. വളരെ കുട്ടികൾ ഒളിച്ചും പാത്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിനെന്താ, ഇത് ഒരു ലൈഫല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് കഞ്ചാവൊക്കെ വലിക്കുന്നത് വളരെ കോമൺ ആയിട്ട് മാറുന്ന ഒരു ചുറ്റുപാട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിന് ഒരു പരിധി വരെ ഇടുക്കി ഗോൾഡ് എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ നമ്മളുടെ കുട്ടികൾ ഇത്രയധികം കഞ്ചാവിൽ ആകൃഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു നോർമലാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഇടുക്കി ഗോൾഡിൻ്റെ സിനിമയിൽ അത് വളരെ നോർമലൈസ് ചെയ്തപ്പോൾ, അതൊരു പഴയ ഇടുക്കിയിലുള്ള കുട്ടികൾ മീറ്റ് ചെയ്യുന്നു, അന്ന് കഞ്ചാവ് വലിക്കുന്നത് വളരെ നോർമലൈസ് ചെയ്ത സമയത്ത് കുട്ടികൾക്കും വളരെ സുലഭമായിട്ട് കഞ്ചാവ് കിട്ടുകയും കഞ്ചാവ് വലിച്ചില്ലെങ്കിൽ അവർ വലുതായില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാർക്കോ എന്നുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് മാർക്കോ മോഡലിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു. അതായത് തീരെ ഇമോഷണൽ ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ കാലത്ത് ജനിച്ചു വരുന്ന പല കുട്ടികൾക്കും. ഭയങ്കര സെൽഫിഷായ കുട്ടികളാണ്. കാരണം അവർക്ക് തീരെ ഇമോഷൻസ് ഇല്ല. അവർക്ക് ആവശ്യമുള്ളത് ഒരു ലൈഫേ ഉള്ളൂ, അതെങ്ങനെയെങ്കിലും എൻജോയ് ചെയ്യണം, അതിന് പൈസ വേണം, പൈസ എങ്ങനെ ഉണ്ടാക്കണം, അത് ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, പണം വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് കുട്ടികൾ മാറുകയാണ്. അവരുടെ സുഖങ്ങൾ മാത്രം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ് കുട്ടികളിപ്പോൾ കൂടുതലും നോക്കുന്നത്. അപ്പോൾ അതിന് അമ്മേനെ കൊന്നാലും മഞ്ഞത്തീനെ കൊന്നാലും കാമുകിനെ കൊന്നാലും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത സിറ്റുവേഷനിലേക്ക് മാറുകയാണ്. അതുപോലെ ദൃശ്യം സിനിമ ഇറങ്ങിയ സമയത്ത് ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഒരു പോലീസ് IPS ഉദ്യോഗസ്ഥൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതിൽ സാർ പറയുന്നുണ്ടായിരുന്നു വളരെ ക്ലിയറായിട്ട്, ജനങ്ങൾ സിനിമ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് എത്ര കൊലപാതകം നടത്തിയാലും ഞങ്ങൾക്കത് പിടിക്കാൻ പറ്റും. അത് ഞങ്ങളുടെ പോലീസിൻ്റെ എഫിഷ്യൻസിയാണ്. കാരണം ഒരു ലൂപ്പോൾ എവിടെയെങ്കിലും അവർക്കവിടെ കിട്ടും. അവരുടെ എഫിഷ്യൻസിയാണ് അത് പറയുന്നത്. പക്ഷേ നമ്മൾ എത്ര ക്രിമിനൽസിനെ നമ്മൾ എത്ര പിടിച്ചാലും ഫാമിലി നഷ്ടപ്പെടുന്ന, മരണപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട്. അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമാണ്. അതുകൊണ്ട് സൊസൈറ്റിയിലേക്ക് നമ്മൾ വേറൊരു ഡയറക്ടർ പണ്ടൊരിക്കലും ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന കണ്ടായിരുന്നു. അത് എല്ലാവരും സംസാരിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നാട്ടിൽ പിടിച്ചുപറി നടക്കണില്ലേ, അത് നടക്കണില്ലേ, അതിന് സിനിമ കണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, എന്താണ് അതിനൊരു അർത്ഥമില്ല എന്നൊക്കെ എപ്പോഴും പറയുന്നത് പല ഡയറക്ടേഴ്സും അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത്, പണ്ട് ആൾക്കാർ മഹാഭാരതം, രാമായണം, ഇതും ദൈവിക ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. ഖുറാനും ബൈബിളൊക്കെ വായിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നല്ല നല്ല ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അവരെല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ജീവിക്കുന്ന സമയങ്ങളിൽ അവർക്ക് നന്മ എന്താ, തിന്മ എന്താ, എന്താണ് വേണ്ടത്, എന്ത് വേണ്ട എന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് അവർക്ക് കാണുന്നത് റോൾ മോഡൽസായിട്ട് വരുന്നത് സിനിമകളാണ്. സിനിമയിൽ കാണിക്കുന്ന ഹീറോയിസ്, പണ്ട് നരസിംഹ ഇറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ നരസിംഹ മോഡൽ സ്റ്റൈലിൽ നടക്കാൻ തുടങ്ങി. അത് ആരൊക്കെ എന്തൊക്കെ അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞാലും അത് യൂത്തിനെ ഒരുപാട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചുരുളി എന്ന ആ മൂവി ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് കാണാനുള്ള ശക്തി ഇല്ലാതെ കൊണ്ട് ഞാൻ കുറച്ച് ട്രെയിലേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലേഴ്സ് കണ്ടപ്പോൾ തന്നെ ഞാൻ ചെവിയും പൊത്തി ഓടുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേൾക്കാതെ ചീത്ത വാക്കുകളും തെറിവാക്കുകളൊക്കെയാണ് ആ മൂവിയിൽ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ഇപ്പോൾ യൂട്യൂബിലെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും കുട്ടികൾ, പെൺകുട്ടികളടക്കം, കാരണം ഇത്രയും കാലം ആൺകുട്ടികൾ എന്തെങ്കിലും ഒരു ചെറിയ നായി വെട്ടി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞാലും പെൺകുട്ടികളെ സൈഡിൽ നിന്ന് ഒരു ചീത്ത വാക്കുകൾ കേൾക്കുക എന്ന് വെച്ചാൽ വളരെ കേൾക്കാറില്ല. ഒരു പെൺകുട്ടിയും അങ്ങനെ പറയുന്ന കേൾക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബിലൊക്കെ വന്ന പെൺകുട്ടികളൊക്കെ പറയുന്ന തെറിവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ലോകം ഇത് എങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ള നമ്മളിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. കാരണം ഇതെന്താണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഫിലിം ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു, സാധാരണ നാട്ടുപുറത്ത് കാണുന്ന ലാംഗ്വേജാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരി ഏത് നാട്ടിലാണ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് കണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നാട് തൃശ്ശൂർ സൈഡിലെങ്ങാനാണ്. അപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ
ഇങ്ങനെയാണോ സംസാരിക്കുന്നത് പരസ്പരം എന്നറിയില്ല. അവരുടെ വീടുകളിൽ ഇങ്ങനെയാണോ സംസാരിക്കുക. ആ നാട്ടുപുറം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ആൾക്കാരൊന്നും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നാട്ടിലും കണ്ടിട്ടില്ല. ആകെ എന്തെങ്കിലും ചീത്ത വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും, പക്ഷേങ്കിൽ ഇങ്ങനെ പറയും ചന്തയിൽ സംസാരിക്കണ പോലെ സംസാരിക്കുന്നു എന്നൊക്കെ പറയും. ചന്ത സംസാരിക്കുന്നു. അതന്നെ ഒച്ചപ്പാടും പാടൊക്കെ ആയി സംസാരിക്കുന്ന മാത്രമേ. ഇതെന്ന് വെച്ചാൽ തെറി മാത്രം. ഈ ലോകത്തില്ലാത്ത തെറികൾ മൊത്തം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നാട്ടിൻപുറത്ത് ആൾക്കാർ സംസാരിക്കുന്നത്. ഒരു നാട്ടിലെ സംസ്കാരമാണ് അത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു നോർമലൈസായി മാറിയിരിക്കുകയാണ്. അപ്പം ആൾക്കാർ ആരെ എന്ത് തെറി പറഞ്ഞാലും അത് സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്. അതുപോലെ ഇനി ദൃശ്യം 3 വരാണ്. അപ്പോൾ ദൃശ്യം 3 വരുമ്പോൾ ഇനി എങ്ങനെയാണ് കൊലപാതകൻ രക്ഷപ്പെടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ആൾക്കാർ നമ്മളിങ്ങനെ അതൊരു ഇമാജിനേഷൻ ഫാൻറ്റസി മൂവീസാണ്. പക്ഷേ അത് നമ്മുടെ ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയ ഇമോഷൻസ് ഒന്നും ഇപ്പോൾ ആധുനിക കാലത്ത് ഇത്ര വലിയ ഇമോഷൻസ് ഒന്നും കുട്ടികൾക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ അറ്റാച്ച്മെൻറ്റോ ഇമോഷൻസോ ഒന്നും വളരെ കുറവാണ്. കാരണം ന്യൂക്ലിയർ ഫാമിലിയിൽ താമസിക്കുന്ന ഓരോരുത്തരും അവരവരുടേതായ റൂമുകളിൽ അടച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഗ്രാൻഡ് പാരൻസായിട്ടോ പാരൻസായിട്ടോ റിലേറ്റീവ്സായിട്ടൊന്നും ഒരു ബന്ധവും കാണിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് വേദന അയാൾക്ക് വേദന എന്ന് പോലും പലപ്പോഴും കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പണ്ട് കാലത്ത് നല്ല നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ കഥകൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ തമാശകളുണ്ടായിരുന്നു, ജീവിതത്തിലെ കോമഡികളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇനിയും വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ഒരു യൂത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഒരു സന്ദേശം നമ്മൾക്ക് പണ്ടത്തെ കാലം രാവണപ്രഭു വരുന്ന സമയത്ത്, നരസിംഹം വരുന്ന സമയത്ത്, ദേവാസുരം വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഞാൻ അതിലെ നീലകണ്ഠനാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർക്കുള്ള ഇൻസെക്യൂരിറ്റി അവർ കാണിക്കുന്നത് ഹീറോയിസമായി കാണുന്നത് സിനിമയെ തന്നെയാണ്. ഇപ്പോൾ സിനിമകൾ ഉണ്ടാക്കുന്ന ഓരോ ഡയറക്ടേഴ്സും മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം സൊസൈറ്റിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റാം. അപ്പം ഒരുപാട് ആൾക്കാരത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിനനുസരിച്ച് നല്ല നല്ല മൂവികളും നല്ല നല്ല സന്ദേശങ്ങളും നാട്ടിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.